2026 ரெண்டு பேருக்கு நடுவில் தான் போட்டியே. ஒண்ணு இன்னொன்னு, இந்த போட்டி இன்னும் ஸ்ட்ராங்கா மாறப்போகுது. 100% വെற்றி നമുക്ക്. കരൂർ ദുരന്തത്തിന് ശേഷം ഇതാദ്യമായാണ് വിജയ് ഒരു രാഷ്ട്രീയ പ്രസംഗവുമായി കളം നിറയുന്നത്. മഹാബലിപുരത്ത് TVKയുടെ ജനറൽ കൗൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വിജയ് ചെയ്തത്. ഏതായാലും DMKക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ കരൂർ ദുരന്തത്തിന് കാരണം DMKയും പോലീസ് സംവിധാനങ്ങളുമാണ് എന്ന് പറയാതെ പറയുന്നുണ്ട് പ്രസംഗത്തിലുടനീളം വിജയ്. പലപ്പോഴും TVKക്കെതിരെ വലിയ നിബന്ധനകൾ, പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ TVKക്കെതിരെ വലിയ നിബന്ധനകൾ ചുമത്തുന്നു. അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്ക് ഇളവുകൾ നൽകുന്നു. ഇങ്ങനെയുള്ളൊരു സമീപനം പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് വിജയ് പറയുന്നുണ്ട്. ഏതായാലും 2026 തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട. അത് പറയുമ്പോൾ തന്നെ DMK വിജയിയെ കൂടെ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. DMKക്കെതിരെ വിശാല സഖ്യം എന്നായിരുന്നു DMKയുടെ ലക്ഷ്യം. ഇത് കണ്ടുകൊണ്ട് എടപ്പാടി പളനിസ്വാമി നേരിട്ട് വിജയിയെ ഫോണിൽ വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഫോൺ കോളിന് കൃത്യമായിട്ട് വിജയ് അന്ന് മറുപടി പറഞ്ഞത് ജനുവരിയിൽ പൊങ്കലിന് ശേഷം എന്താണ് തീരുമാനമെന്ന് അറിയിക്കാമെന്നാണ്. പക്ഷേ ജനറൽ കൗൺസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വിജയ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ DMK മുന്നണിയിലേക്ക് വിജയ് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. TVK തനിച്ച് തന്നെ മത്സരിക്കും. അത് പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി കൗൺസിൽ പറയുന്നുണ്ട്. അതായത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച എന്ത് തീരുമാനവും എടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അവകാശം, അധികാരം പാർട്ടി അധ്യക്ഷ നിലയിൽ വിജയ്ക്ക് നൽകുന്നു എന്നുകൂടി കൗൺസിൽ യോഗം പറയുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലനായി മുന്നോട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് വിജയും TVK പാർട്ടിയും ഉള്ളത്.